ഹലോ എവ്രി വൺ, മൈ നെയിം ഈസ് ഹക്കീം അഹമ്മദ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോട്ടോടൈപ്പിലെ 12th വീക്കിലെ ടാസ്കിനെ കുറിച്ചും എന്തെല്ലാം ടാസ്കുകൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 12th വീക്കിൽ നമ്മളെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 12th വീക്കിൽ വരുന്ന ടാസ്ക്. സോ അതിന് നിങ്ങൾക്ക് ഏത് സെർവർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. AWS ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ AWSൽ എങ്ങനെ ഒരു ഇൻസ്റ്റൻസ് ഓപ്പൺ ചെയ്യാമെന്നും അതിലെങ്ങനെ നമ്മുടെ പ്രൊജക്റ്റ് ഹോസ്റ്റ് ചെയ്യാമെന്നുള്ള അടങ്ങിയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻസ് ഓപ്പൺ ചെയ്യാനും സിമ്പിളായിട്ട് തന്നെ ആ ഒരു പ്രൊജക്റ്റ് ഹോസ്റ്റ് ചെയ്യാനും പറ്റും. സോ ഐ തിങ്ക് 90 days AWSൽ ഫ്രീ ആയിട്ട് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അത് കഴിഞ്ഞാൽ അതിലെന്തോ ഫീയും ചാർജും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ AWS ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്, എല്ലാവരും ചൂസ് ചെയ്യുന്നത് AWS തന്നെയാണ്. സോ അതാണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഗിറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഗിറ്റ് എന്താണ്, ഗിറ്റ് ലാബ് എന്താണ്, ഗിറ്റ് ഹബ്ബ് എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം, അതിലുള്ള കമാൻഡ്സ്, കാര്യങ്ങൾ, ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വീക്കിൽ നമുക്ക് റിവ്യൂവർ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഗിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യും, എല്ലാ കാര്യങ്ങളും റെഡിയാണോ ഉള്ളത്. സോ ഇത്രയൊക്കെയാണ് 12th വീക്കിൽ വരുന്ന ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ടോപ്പിക്, അതായത് ഹോസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അടങ്ങിയിരിക്കുന്ന ടോപ്പിക്ക്, അതുപോലെ ഗിറ്റ്, അതിൻ്റെ കുറച്ച് കമാൻഡ്സ്, അതിൽ പ്രാക്ടിക്കലായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റൽ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വീക്കിൽ ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. സോ അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ പറയാനുള്ളത്, ഒരു പെൻഡിങ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. പ്രോട്ടോടൈപ്പിൽ ഏതൊരു സ്റ്റുഡൻറ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. എന്തായാലും ആ ആപ്പിൻ്റെ ലിങ്ക്, വെബ്സൈറ്റിലെ ലിങ്കും താഴത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ എല്ലാ വീക്കിൻ്റെയും പെൻഡിങ് ആയിട്ട് ഓരോ പ്രോട്ടോടൈപ്പിലെ സ്റ്റുഡൻസിൻ്റെ പെൻഡിങ് അതിൽ അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യണമെന്നും ഏതൊക്കെ ടോപ്പിക്ക് മനസ്സിലാക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പിക്ചർ ആ പെൻഡിങ് ടാസ്ക് എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് ഈ വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.